അതെന്ത് മാധ്യമ പ്രവർത്തനം? CPIഎമ്മിന് വേട്ടയാടാനുള്ള അജണ്ട ഉണ്ടാവും. ആ അജണ്ട മാധ്യമങ്ങൾക്ക് പടർന്നു കിട്ടേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ എപ്പോഴും കരുതുന്നില്ല. അവരുടെ പൊളിറ്റിക്കൽ അജണ്ട മാധ്യമങ്ങൾക്ക് പകർന്നു കിട്ടേണ്ട ഒന്നാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അപ്പൊ ഇങ്ങനെ വിശ്വാസ്യത കളയുന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഏതെങ്കിലും ഒരു ചാനൽ കൊടുത്താൽ, എന്നാൽ അവരുമായിട്ട് മത്സരിച്ചിട്ട് ഞങ്ങളുടെ വിശ്വാസ്യത ഞങ്ങളും കൂടെ കളയട്ടെ തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നത് ശരിയല്ല. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ ആ രാവിലെ കൊടുത്ത ഗ്രാവിറ്റിയിൽ എന്നാൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാൻ നിങ്ങൾ മടിക്കുക. നിങ്ങൾ കൊടുത്തത് തെറ്റാണെങ്കിൽ പോലും, തെറ്റായ വാർത്തയാണെങ്കിൽ പോലും കൊടുത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ ഒരു നിഷേധം പേരിന് കൊടുത്തേക്കാം എന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളിങ്ങനെ മണ്ഡലത്തിൽ വരാത്തത് ജനങ്ങളോട് ചെയ്യുന്ന രീതിയല്ലേ? അത് അയാൾ തീരുമാനിക്കട്ടെ. അയാൾ മണ്ഡലത്തിൽ വരണോ, എപ്പോൾ വരണോ വേണ്ടേ എന്നുള്ളത് അയാൾ തീരുമാനിക്കട്ടെ. കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തു കഴിഞ്ഞു. അല്ല, അതിൽ ഞാൻ കണ്ടു ഒരു മാധ്യമ പ്രവർത്തകൻ, അതും എൻ്റെ പേരെഴുതിയിട്ട് പിന്നെ ഒരു മാധ്യമ പ്രവർത്തകന്റെ പ്രതികരണമൊക്കെ ഞാൻ കണ്ടു. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ ഒരു അജണ്ട, അതും കൂടെ എൻ്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തിൽ ഞങ്ങളൊരു കാര്യം പറയാം. തീർത്തും ഒരു തരത്തിലുള്ള ഒരു ഹോണ്ടിങ് മെന്റാലിറ്റിയോട് കൂടി തന്നെ വാർത്ത കൊടുക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഒരു വാർത്തയുടെയും പേരിൽ അതിന് പിന്നെ ഒരിക്കലും ഒരു ഫിസിക്കലായിട്ടുള്ള അപ്രോച്ച് ഒന്നും ഞങ്ങളുടെ ശൈലിയോ തീരുമാനങ്ങളോ അല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. മാധ്യമ പ്രവർത്തകർ പിന്നെ വാർത്തകൾ ഈ പറയുന്ന പോലെ തീർത്ത് വേഗവശീയമായി കൊടുക്കുന്ന ഒട്ടേറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും, ചില മാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ഇൻസിഡന്റിനോടുള്ള അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെയല്ല. സെലക്റ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങൾ, സെലക്റ്റീവായിട്ടുള്ള ചില പിന്നെ ധാർമ്മിക പിന്നെ ബോധ്യങ്ങൾ, അത് പക്ഷേ എല്ലാത്തിനും അപ്ലിക്കബിൾ അല്ല. അപ്പം അങ്ങനെയുള്ള വാർത്ത എന്നാലും ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ അങ്ങനെ പിന്നെ അത്തരം വാർത്തകളോട് അതിനെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയാന്നുള്ളതല്ലാതെ മറ്റു സമീപനങ്ങളൊന്നും ഞങ്ങൾ പിന്തുണയ്ക്കില്ല.